ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. AFPC നടത്തി വരുന്ന ദൈവോധന പ്രഭാഷണ പരമ്പരകളിലൂടെ ഒരു പ്രാവശ്യം സന്ധിക്കുവാനായി കർത്താവ് നമുക്ക് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്ദർശിക്കുന്ന എല്ലാവർക്കും കർത്താവായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നിങ്ങളോടുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം തിരുവെഴുത്തുകൾ എന്ന വിഷയമാണ്. ദൈവവചനം, ബൈബിൾ എന്നുള്ള ആ ഒരു വിഷയം ചുരുക്കം സമയം കൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓടിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനമായ സത്യവേദ പുസ്തകം ഒരു സവിശേഷ ഗ്രന്ഥമാണ്. മറ്റ് ഗ്രന്ഥങ്ങളെക്കാൾ അതുല്യവും അസാധാരണവും പ്രകൃത്യാതീതവുമായ ഗുണങ്ങൾ ഈ വചനത്തിനുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥമാണത്. എന്നാൽ ഇത് ഇന്നും ഏറ്റവും ആധുനികമായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ട വ്യക്തികളോട് ഇതിന്നും സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം BC 1600-നും AD 100-നും ഇടയ്ക്കുള്ള 1600 വർഷങ്ങൾ കൊണ്ട് പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, ആട്ടിടയന്മാർ, വൈദ്യൻ, മുക്കുവന്മാർ, പണ്ഡിതന്മാർ തുടങ്ങി സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട ഏകദേശം 40-ലധികം എഴുത്തുകാരാൽ പരിശുദ്ധാത്മ നിയോഗത്താൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഏകീകൃതവും പരസ്പര പൂരകവും ഒരേ ഉദ്ദേശത്തോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നതുമാണ്. ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗമായ പഴയ നിയമം എഴുതിയ എഴുത്തുകാരും തന്നെ ഈ ഗ്രന്ഥത്തിന്റെ രണ്ടാം ഭാഗമായ പുതിയ നിയമത്തിന്റെ എഴുത്തുകാരെ കാണുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഒരു എഴുത്തുകാരൻ എഴുതി തുടങ്ങി അദ്ദേഹം തന്നെ എഴുതി അവസാനിപ്പിച്ച ഗ്രന്ഥം പോലെ ഇതിന്നും നിലനിൽക്കുകയാണ്. ഇതിന് കാരണം ഇതിലുടനീളം വ്യാപരിച്ച ദൈവാത്മാവിന്റെ നിയോഗവും നിയന്ത്രണവും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ ആധികാരികതയുമാണ്. ദൈവിക പദ്ധതികളെക്കുറിച്ച് വാഗ്ദത്തങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നരകുലത്തിന് ലഭിക്കുന്ന ആത്മരക്ഷയെക്കുറിച്ചും അനുസരണക്കേടിനാൽ ദൈവമായി നഷ്ടപ്പെട്ട പരിപൂർണ സ്നേഹബന്ധത്തിലേക്ക് മടങ്ങി വരുവാനുള്ള കാര്യപരിപാടിയുമാണ് ഇതിൽ മുഖ്യ പ്രതിപാദ്യ വിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ എന്ന പദത്തിന്റെ ഉത്ഭവം, ബൈബിൾ എന്ന ഇംഗ്ലീഷ് പദം ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാണ്. ഈ പദത്തിന് പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം. പാപ്പിറസ് എന്ന ചെടിയിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന കടലാസാണ് ബിബ്ലിയോൺ. AD 1382 ജോൺ വിക്ലിഫാണ് വേദപുസ്തകത്തിന് ബൈബിൾ എന്ന ആംഗലേയ നാമം ഉപയോഗിച്ചത്. ആധുനിക ലോകത്തിൽ ഏറ്റവും പ്രചുരപ്രചാരം നേടിയ പദമാണ് ബൈബിൾ. കാലാകാലങ്ങളിൽ അനേക ഭരണാധികാരികളും മതനേതാക്കന്മാരും ഇതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തും ഈ ഗ്രന്ഥം ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റുവാൻ കഠിന പ്രയത്നം നടത്തിയിട്ടും എതിർത്തവർ എല്ലാം കാലഹരണപ്പെട്ടു പോയിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥം ഇന്നും അനേകർക്ക് ആശ്വാസവും വിടുതലും പ്രദാനം ചെയ്തുകൊണ്ട് അനേകരെ നിത്യജീവന് ഉടമകളാക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ് എന്നതിന്റെ കാരണം പിന്നിൽ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ അതിരറ്റ ശക്തിയും കൃപയുമാണ്. പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. യെശയ്യാവ് 40:8. ഈ ഗ്രന്ഥത്തിന്റെ ദൈവിക ആധികാരികത, സത്യവേദ പുസ്തകത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നവർക്ക് ശക്തമായ മറുപടി അതിന്റെ അത്ഭുതകരമായ ഉള്ളടക്കത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന
പ്രവചനങ്ങളിൽ നിവൃത്തിയായ പ്രവചനങ്ങളെ പറ്റിയുള്ള പഠനം തന്നെ ഇതിന്റെ വിശ്വാസ്യതയും ദൈവിക ആധികാരികതയും അരക്കിട്ടുറപ്പിക്കുവാൻ കഴിയുന്നവയാണ്. 2 തിമോത്തിയോസ് 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്ന പദം കാണുന്നുണ്ട്. ഇവിടെ ദൈവശ്വാസീയം എന്ന പദത്തിന് മൂലഭാഷയിൽ തിയോപ്നിയൂസ്റ്റോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദത്തിന്റെ അർത്ഥം ദൈവം ഉച്ഛ്വസിച്ചു എന്നാണ്. അതായത് വേദപുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവായ ദൈവം തന്റെ ദാസന്മാരുടെ നാവുകളിലൂടെയും തൂലികകളിലൂടെയും വാക്കുകളെ ഊതി നൽകി. ഇത് മനുഷ്യന്റെ പ്രേരണയാലോ ഇഷ്ടത്താലോ എഴുതിയതല്ല, മറിച്ച് ദൈവേഷ്ടത്താലും ദൈവിക ജ്ഞാനത്താലും പരിശുദ്ധാത്മ സഹായത്തിൽ എഴുതിയതാണെന്ന് 2 പത്രോസ് 1:20 കാണുന്നുണ്ട്. കർത്താവായ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ പഴയ നിയമത്തെ ദൈവദിനമായും അല്ലെ പ്രതിവാദി വിഷയങ്ങളെ ചരിത്ര സത്യമായും അംഗീകരിച്ചുകൊണ്ട് ആ സംഭവങ്ങൾ ചിലത് ഉദ്ധരിച്ച് പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ഏകദേശം 2000-ലധികം പ്രാവശ്യം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല പല പുരാതന ഗ്രന്ഥങ്ങളിലെയും ആശയങ്ങൾക്ക് പിൽക്കാലത്ത് പൊളിച്ചെഴുത്ത് അനിവാര്യമായി വന്നപ്പോൾ മനുഷ്യകരങ്ങളിൽ നിന്നുള്ളതും ഏറ്റവും പുരാതനവുമായ സത്യവേദ പുസ്തകത്തിന് പൊളിച്ചെഴുത്തിന്റെയോ തിരുത്തലിന്റെയോ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ചരിത്രപരമായും ശാസ്ത്രപരമായും ഈ കാര്യങ്ങളെ മുൻകൂട്ടി പ്രസ്താവിച്ചിട്ട് ഇന്നത് ഓരോന്നോരോന്നായി നിറവേറിക്കൊണ്ടിരിക്കുന്നു കാണുമ്പോൾ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന ബുദ്ധിജീവികൾക്ക് പോലും ഇതിനെ ചോദ്യം ചെയ്യുവാൻ കഴിയില്ല എന്നതിന്റെ വിശ്വാസത്തെ മാറ്റി വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിന്റെ ചരിത്രപരമായ ആധികാരികതയെക്കുറിച്ച് അല്പം ചിന്തിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ പ്രവചനങ്ങൾ ലോക ചരിത്രത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേദപുസ്തകത്തിന്റെ ചരിത്രപരമായ ആധികാരികതയെ ഉറപ്പിക്കുന്ന വസ്തുതയാണ്. ലോകത്തിലെ അനേക രാഷ്ട്രങ്ങളിൽ ഈ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലോ സംഭവിച്ച പ്രധാന സംഭവങ്ങളിൽ പലതും മുൻകൂട്ടി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്ന് വേദപഠിതാവായ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. വായിച്ച് മനസ്സിലാക്കിയ അറിവുകൾ വെച്ച്, ചരിത്രങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയ അറിവുകൾ വെച്ച് അവൻ തിരുവചനം വായിക്കാൻ തുടങ്ങുമ്പോൾ അവൻ മനസ്സിലാക്കാൻ കഴിയും ഈ സത്യങ്ങളെല്ലാം വചനത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രോതാക്കളുടെ തെളിവിന് വേണ്ടി ചില കാര്യങ്ങൾ ഞാനൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാമിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനുള്ള പ്രാപ്തി ഇല്ലാതിരിക്കെ അവനോട് ദൈവിക വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാം. ഉൽപ്പത്തി 13:16. വചനം പറയുന്ന പോലെ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസാൽ ക്ഷീണിക്കാതെ ദൈവ പ്രവർത്തിക്കായി കാത്തിരുന്നു. തൽഫലമായ ദൈവിക സമയത്തെങ്കിൽ അവനൊരു സന്തതിയെ ജനിച്ചു. അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തം ഇസ്ഹാക്ക് എന്ന സന്തതിയായിരുന്നു. ആ ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബ് ഉണ്ടായി. യാക്കോബിന്റെ മക്കളുടെ പേരിലാണ് ഇന്നും ഇസ്രായേൽ ഗോത്രങ്ങൾ അറിയപ്പെട്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകളിൽ ഇസ്രായേൽ ജനത്തിനെതിരെ ഭരണകർത്താക്കന്മാർ എഴുന്നേറ്റ് അവരെ നിർദാക്ഷിണ്യം കശാപ്പ് ചെയ്തു. അവരെ പീഡിപ്പിച്ചതുമായ കാര്യങ്ങൾ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ഹൃദിസ്ഥമാണ്. എന്നാൽ ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഏകദേശം 1.5 കോടിയിലധികം യഹൂദന്മാരുണ്ട്. അബ്രഹാമിനെ ഹാഗറിൽ നിന്ന് ജനിച്ച ഇസ്മായിലിന്റെ സന്തതി പരമ്പരകളായ അറബികൾ ലോകത്തിന്റെ പല ഭാഗത്തായി 40 കോടിയിലധികമുണ്ട്. ഗലാത്യർ 3:22 പറയുന്ന വിധം യേശു മുഖാന്തരം ക്രിസ്ത്യാനികളും അബ്രഹാമിന്റെ സന്തതികൾ എന്ന നിലയിൽ അവരെ എണ്ണവും കൂട്ടി നോക്കിയാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദൈവദാസനായ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറിയതായി കാണുവാൻ കഴിയും. ഒരു കുഞ്ഞിന് ജനിക്കുവാൻ പോലും
ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോലും പ്രാപ്തി ഇല്ലാത്തവനെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്നും സന്തതി ആകാശ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയാകുമെന്ന് പറഞ്ഞിട്ട് ആ അബ്രാഹാമിന് മേൽ ദൈവം പ്രവർത്തിച്ച ദൈവപ്രവർത്തിയുടെ അനന്തരഫലമായി ലോകത്ത് കാണുന്ന പ്രബലമായ 3 സമൂഹം അബ്രാഹാമിന്റെ കൊച്ചുമക്കളാണ്. ഈ അബ്രഹാമിൽ നിന്ന് ജനിച്ച യഹൂദാവർഗം ദൈവത്തിന് സ്വന്തം ജനമായി നിലനിൽക്കെ തന്നെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനാൽ അവരെ ദൈവം ശിക്ഷിക്കുമെന്നും അവരെ പീഡിപ്പിക്കുമെന്നും അവരെ പല നിലകളിൽ ദൈവത്തിന്റെ ന്യായവിധി ചെയ്തിട്ടുണ്ടാകുമെന്നെല്ലാം വിവരിപ്പനിടയായിത്തീരും. നമുക്കറിയാം, ദൈവപ്രമാണത്തിൽ എന്നെപ്പെട്ടു പോകരുതെന്ന് വ്യക്തമായ നിർദ്ദേശം ലഭിച്ച യഹൂദൻ ദൈവപ്രമാണങ്ങളെ കാറ്റിൽ പറപ്പിച്ചതിന്റെ പേരിൽ അവര് അനേക ഭരണകർത്താക്കൾക്ക് അടിമകളായി തീരേണ്ടി വന്നിട്ടുണ്ട്. അവർ യഹൂദിനെ നിർദാക്ഷിണ്യം പീഡിപ്പിച്ചു. മാന്യമായ വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ ജീവിത രീതികൾക്കോ യഹൂദിന് അവകാശം നൽകാതെ, ഒരു സ്ഥലത്തും സ്ഥിരവാസം നൽകാതെ, അവന് വസ്തുവകൾ കണ്ടുകെട്ടി അവനെ കടലിൽ താഴ്ത്തി യന്ത്രമനുഷ്യനെ ഞെരുക്കിക്കൊന്ന് കശാപശാലകൾ കെട്ടിത്തൂക്കി ദഹിപ്പിച്ചും ക്രൂശിച്ചും നാവ്, കണ്ണ് ആദിയായ അവയവങ്ങൾ പിഴുതെടുത്തും യഹൂദിനെ പലരും ഉപദ്രവിച്ചിരുന്നു. കൂടാതെ നമുക്കറിയാം, ഹിറ്റ്ലർ യഹൂദിനെ നശിപ്പിക്കേണ്ട നിർമൂലനാശങ്ങളായ വിഷവാത അറകൾ. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് മാത്രം ഏകദേശം 60 ലക്ഷത്തിലേറെ യഹൂദന്മാർ കൊല്ലപ്പെട്ടു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മേൽപ്പറഞ്ഞ കഷ്ടതകൾ കൊണ്ട് പൊറുതിമുട്ടിയ യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിയോടുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. എന്നാൽ തിരുവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട്. വചനമനുസരിക്കാതെ ജീവിച്ച യഹൂദനോട് ഏകദേശം 3500 വർഷം മുമ്പ് ദൈവം ഇക്കാര്യത്തിൽ തന്നെ ദാസനായ മോശ മുഖാന്തരം ഇങ്ങനെ അരുളി ചെയ്തു: യഹോവ നിന്നെ ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയും സകലജാതികളുടെ ഇടയിലും ചിതറിക്കും. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. നിന്റെ കാലിന് വിശ്രമസ്ഥലം ഉണ്ടാകുകയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും രോഗമുള്ള മനസ്സും തരും. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. രാവും പകലും നീ പേടിച്ച് പാർക്കും. പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. ആവർത്തനം 28:64 മുതൽ 66 വരെ. യഹൂദിന്റെ ജീവിതത്തിൽ അവരനുഭവിച്ച കഷ്ടതകളും യാതനകളും ദൈവം അവരോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തവും ഒത്തുവരുന്നു എന്ന് വേദപുസ്തകം പഠിക്കുകയും ഒപ്പം തന്നെ ലോകചരിത്രം പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. വേദപുസ്തകം ചരിത്രപരമായും വാസ്തവമാണ്. AD 70 തീത്തോസ് യെരൂശലേം നശിപ്പിച്ചപ്പോൾ പിടിക്കപ്പെട്ട യഹൂദന്മാരിൽ 17 വയസ്സിന് മുകളിലുള്ള യുവതി യുവാക്കളെ അടിമകളാക്കി വിൽക്കുന്നതിന് അവർ കപ്പൽ കയറ്റി മിസ്രൈമിൽ കൊണ്ടുവന്നു. അലക്സാണ്ട്രിയയിലെ അടിമച്ചന്തയിൽ അവരെ വിൽക്കുവാനായി കൊണ്ടുവന്നെങ്കിലും വിൽപ്പന നടന്നില്ല. ഇത് ചരിത്രരേഖകളാണ്. എന്നാൽ ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം 1600 വർഷം മുമ്പ് ദൈവത്തിന്റെ ദാസനായ മോശ ദൈവിക ആത്മ നിയോഗത്താൽ ഇങ്ങനെ പ്രവചിച്ചു: നീ ഇനി കാണുകയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക് മടക്കിക്കൊണ്ടുവരും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും ആടിയാടുകളുമായി വിൽപ്പാൻ നിർത്തും. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരും ഉണ്ടാവുകയില്ല. ആവർത്തനം 28:68. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരുന്നത് അതുപോലെ അക്ഷരത്തിന് മാറ്റം സംഭവിക്കാതെ അതങ്ങനെ തന്നെ നടന്നു എന്ന് ചരിത്രം നമുക്ക് സാക്ഷ്യം നൽകുമ്പോൾ ഓർക്കുക. വേദപുസ്തകം എന്നുള്ളത്
കേവലം ഒരു പഴഞ്ചൻ ഗ്രന്ഥമല്ല. അതിൽ ചരിത്രത്തെ വിളിച്ചു പറയുന്ന, ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്ന അനേക പ്രവചനങ്ങളുണ്ട്. ചരിത്രപരമായും ഇതിന് വിശ്വാസ്യത വർദ്ധിക്കുകയാണ്. യഹൂദിന്റെ രാഷ്ട്ര പുനർനിർമ്മാണം, ശത്രു രാജ്യത്തു നിന്നുള്ള വിടുതൽ, യഹൂദിന്റെ രാജ്യത്തേക്കുള്ള തിരിച്ചുവരവ് എന്നിത്യാദി വിഷയങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാവ് 11:39-39:6, മീഖ 4:10, യിരെമ്യാവ് 25:11, 29:10 എന്നീ വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നുണ്ട്. പല പ്രവാചകന്മാരായി ഈ കാര്യങ്ങൾ മുൻകൂട്ടി അരുളി ചെയ്യുകയും നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിൽ അവരവരുടെ രാഷ്ട്രം പുനഃസ്ഥാപിച്ച് അവരവരുടെ ഭരണം ആരംഭിക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഓർക്കുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു സമൂഹത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുന്നു. വചനം അതിന്റെ ചരിത്രപരമായ വിശ്വാസ്യതയെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. വേദപുസ്തകം ഒരു ശാസ്ത്രഗ്രന്ഥമല്ലെങ്കിലും ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളിലും ചരിത്രപരമായ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കുന്ന പോലെ ശാസ്ത്രപരമായ വിശ്വാസ്യതയും ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ച് അനേക അഭിപ്രായങ്ങൾ പ്രാചീന കാലഘട്ടം മുതലേ ഉണ്ട്. എന്നാൽ സർ ഐസക് ന്യൂട്ടൻ ഭൂമിയും ഇതര ഗോളങ്ങളും ഒന്നുമില്ലായ്മയിൽ നാസ്തിത്വത്തിന്മേൽ നിലകൊള്ളുകയാണെന്നും ആകർഷണ നിയമമാണ് അവയെ അപ്രകാരം നിലനിർത്തി പോരുന്നതെന്നുമൊക്കെ ലോകത്ത് തെളിയിച്ചു കൊടുത്തു. എന്നാൽ ഈ അടുത്ത കാലത്ത് ശാസ്ത്രം ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നെങ്കിലും ദൈവദിനത്തിൽ ഇന്നേക്ക് ഏകദേശം 4000 വർഷം മുമ്പ് യോബ് എന്ന ഭക്തൻ തന്റെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു: ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. പ്രിയരെ, ശാസ്ത്രം എന്ന് വിളിച്ചു പറഞ്ഞ ഈ സത്യം ആധുനിക ഉപകരണങ്ങൾ ഒന്നുമില്ലാത്ത കാലത്തിൽ ഭക്തൻ എഴുതി വെച്ചു എന്നുള്ളത് ദൈവപുസ്തകത്തിന്റെ ശാസ്ത്രീയ ആധികാരികതയെ ഉറപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ മറ്റൊരു തെളിവാണ് ബാഷ്പീകരണ മാരി പ്രക്രിയ. ആധുനിക ശാസ്ത്രം അന്തരീക്ഷത്തെക്കുറിച്ചും ഇക്കാലങ്ങളിൽ പഠനം നടത്തി വരികയാണല്ലോ. ഭൂമിയിൽ, ഭൂഖണ്ഡങ്ങളിലും ദ്വീപുകളിലും എല്ലാ നദികളിലും സമുദ്രത്തിൽ പതിക്കുന്ന ഭൂമിയിലുള്ള സകല നദികളും സമുദ്രത്തിൽ പതിക്കുന്നു. എങ്കിലും ഈ സമുദ്രം നിറയുന്നില്ല. 2,86,000 ക്യൂബിക് മൈൽ ജലം പ്രതിവർഷം സമുദ്രത്തിലേക്ക് കരയിൽ നിന്ന് പ്രവഹിക്കുന്നു. സഹസ്രാബ്ദങ്ങളായി ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതിവർഷം 2,86,000 ക്യൂബിക് മൈൽ ജലം പ്രതിവർഷം സമുദ്രത്തിലേക്ക് ഒഴുകി ചെന്നിട്ടും സമുദ്രം എന്തുകൊണ്ട് ഒഴുകി നിറഞ്ഞ് കവിയുന്നില്ല? ശാസ്ത്രജ്ഞന്മാരെ ഇത് സത്യം ഗ്രഹിക്കുവാനായി നിരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, ബാഷ്പീകരണ മാരി പ്രക്രിയയാണ് ഇതിന് പുറകിൽ നിന്ന് കണ്ടുപിടിച്ചു. എന്താണ് ബാഷ്പീകരണ മാരി പ്രക്രിയ? സമുദ്രജലം നീരാവിയായി ഉയർന്ന് മേഘങ്ങളായി രൂപാന്തരപ്പെട്ട് അന്തരീക്ഷത്തിൽ കൂടെ നദികൾ പുറപ്പെടുന്ന പർവ്വത നഗരങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് തണുത്ത് മഴയായി ഭൂമിയിലേക്ക് പതിക്കുന്നു. തലസ്ഥാനത്ത് നിന്ന് ഒഴുകി വീണ്ടും നദികളിൽ പതിക്കുകയും വീണ്ടും അവ മേഘങ്ങളായി പെയ്ത് നദികളിൽ ചെല്ലുകയും ചെയ്യുന്ന ഈ പ്രക്രിയ തുടർമാനമായി സംഭവിക്കുന്നതുകൊണ്ട് അതിനെയാണ് ബാഷ്പീകരണ മാരി പ്രക്രിയ എന്ന് പറയുന്നത്. ഇതിങ്ങനെ തുടർമാനമായി നടക്കുന്നതുകൊണ്ട് സമുദ്രത്തിലേക്ക് ഒഴുകി വരുന്ന ജലം കൊണ്ട് സമുദ്രം നിറഞ്ഞു കവിയാതെ വീണ്ടും നീരാവിയാകുന്നു.
അത് മേഘമാകുന്നു. അത് വീണ്ടും പർവ്വതങ്ങളിൽ ചെന്ന് മഴ പെയ്യുന്നു. അവിടുന്ന് വീണ്ടും വെള്ളം ഒഴുകി സമുദ്രത്തിൽ വരുന്നു. പക്ഷെ സമുദ്രം നിറയുന്നില്ല. വീണ്ടും അത് നീരാവിയാകുന്നു. അങ്ങനെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ആധുനിക ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളോ അതിനുള്ള മാർഗങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഭക്തൻ ഇങ്ങനെ പുസ്തകത്തിൽ പറയുന്നു: സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്നിടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. ശ്രദ്ധിക്കൂ, നദികൾ ഒഴുകി വീഴുന്നിടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. സഭാപ്രസംഗി 1:7, യോബ് 36:27-28. ഇതൊരു ശാസ്ത്രഗ്രന്ഥമല്ലെങ്കിലും ലോകം യാതൊരു കാലത്ത് കണ്ടുപിടിച്ച അനേക ശാസ്ത്രീയ സംഭവങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലാക്കുവാൻ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് സാധിക്കും. അനേക കാലത്തെ പരിശ്രമത്തിന്റെ ഫലമായി അനേക ഭാഷകളിലേക്ക് ഈ വചനം എത്തിക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ബൈബിൾ പരിഭാഷകളിൽ പ്രധാനപ്പെട്ടത് സെപ്റ്റുവജിന്റ് ഗ്രീക്ക് പരിഭാഷ, പിന്നെ പെഷിത്ത എന്ന സുറിയാനി തർജ്ജമ, അതിനുശേഷം കിങ് ജെയിംസ് വെർഷൻ ഇംഗ്ലീഷ് തർജ്ജമ, ജെയിംസ് രാജാവിന്റെ കാലഘട്ടത്തിൽ. നമുക്ക് മലയാളത്തിലേക്ക് ബൈബിൾ കിട്ടാൻ വേണ്ടി 1811 ക്ലോഡിയോസ് ബുക്കാനൻ എന്ന CMS മിഷണറി 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു തന്നു. 1819 കോട്ടയത്ത് വെച്ച് റവറൻഡ് ബെഞ്ചമിൻ ബെയ്ലി സ്വന്തമായി നിർമ്മിച്ച പ്രസ്സിൽ വെച്ച് പുതിയ നിയമത്തിന് ഏതെങ്കിലും ഭാഗങ്ങൾ അച്ചടിക്കുവാനിടയായിത്തീർന്നു. 1829 ബെഞ്ചമിൻ ബെയ്ലി പുതിയ നിയമത്തിന്റെ മലയാള പരിഭാഷ ആരംഭിക്കുകയും 1835 പൂർത്തീകരിക്കുകയും ചെയ്തു. അനന്തരം 1841 കൊച്ചിയിൽ താമസിച്ചിരുന്ന എബ്രായ പണ്ഡിതൻ മോസസ് യുസാഫതി, സംസ്കൃത ഭാഷാ പണ്ഡിതനായിരുന്ന വൈദ്യനാഥ് അയ്യർ, ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ പണ്ഡിതനായിരുന്ന ചാത്തു മേനോൻ എന്നിവരുടെ സഹായത്തോടെ മുഴുവൻ മലയാള ബൈബിൾ പ്രസിദ്ധീകരിക്കാനിടയായിത്തീർന്നു. 1236 കാർഡിനാൾ ഹ്യൂഗോ വേദപുസ്തകത്തെ അധ്യായങ്ങളായി തരംതിരിച്ചു. 1551 റോബർട്ട് സ്റ്റീഫൻസ് വാക്യങ്ങളായി തരംതിരിച്ചു. ഇന്ന് നമുക്ക് ഓരോ പുസ്തകത്തിനെയും ഓരോ അധ്യായങ്ങളും ഓരോ വാക്യങ്ങളും കൃത്യമായി കണ്ടുപിടിക്കുവാൻ ഈ പ്രവർത്തികൾ കാരണമായി തീർന്നു. ഈ വചനം പഠിക്കാനുള്ള ഗുണങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ സത്യഗ്രന്ഥമാണ്. ശാസ്ത്രപരമായും ചരിത്രപരമായും ഇതിനെ നിഷേധിക്കുവാൻ ആർക്കും സാധ്യമല്ല. ആ സത്യങ്ങളെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ശാസ്ത്രം തെളിയിക്കുവാനോ ചരിത്രം തെളിയിക്കുവാനോ അല്ല ദൈവം ഈ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറിച്ച് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കുവാനാണ്. തിരുവെഴുത്തുകൾ മനുഷ്യനെ ക്രിസ്തുയേശുവിലെ വിശ്വാസാൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നു. 2 തിമോഥെയോസ് 3:14. ദൈവത്തിന്റെ മനുഷ്യൻ തികഞ്ഞവനാകുവാൻ വചനം മനുഷ്യന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. 2 തിമോഥെയോസ് 3:16. ദൈവിക വാഗ്ദത്തങ്ങളാൽ തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താൽ മനുഷ്യൻ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. 2 പത്രോസ് 1:4. ജീവന്റെ ഉറവിയാണ് ദൈവവചനം. യോഹന്നാൻ 6:63. വചനത്താൽ സൃഷ്ടിപ്പ് നടക്കുന്നു. സങ്കീർത്തനം 33:6-7. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 15:3. എഫേസ്യർ 5:25-27 വരെ. നമ്മെ വിശുദ്ധിയിൽ കാക്കുന്നു. സങ്കീർത്തനം 119:9-11 വരെ.
ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. സങ്കീർത്തനം 19:8. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തനം 19:8, 119, 105. മനുഷ്യൻ ദിനം പ്രതി ഭക്ഷിക്കേണ്ട ആത്മീയ ആഹാരമാണിത്. 2 കൊരിന്ത്യർ 3:1-2, മത്തായി 4:4, 1 പത്രോസ് 2:2, 3. ശത്രുവിനെ നേരിടുവാനുള്ള വാൾ ആണിത്. എഫേസ്യർ 6:17, എബ്രായർ 4:12. പ്രാർത്ഥനയുടെ മറുപടി ദൈവവചനം അനുസരിക്കുന്നതിലൂടെ ലഭിക്കുന്നു. യോഹന്നാൻ 15:7. വചനപ്രകാരം ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നവൻ പ്രതികൂലങ്ങളിൽ തകർന്നു പോകുകയില്ല. മത്തായി 7:24-27 വരെ. വചനം ധ്യാനിക്കുന്നവൻ ശത്രുക്കളുടെ മുമ്പിലും മഹത്ജനങ്ങളുടെ മുമ്പിലും മാന്യനാകുന്നു. സങ്കീർത്തനം 119:98-99. വചനം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. വെളിപ്പാട് 1:3. മനുഷ്യ ജീവിത സംബന്ധിയായ ചില ചോദ്യങ്ങൾക്കും ഉത്തരം തരുവാൻ വചനത്തിന് സാധ്യമാകും. എന്നാൽ അവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുക, അഥവാ അവന്റെ ആത്മരക്ഷയെക്കുറിച്ച് അവനെ ബോധ്യമുള്ളവനാക്കുക എന്നതും മനുഷ്യന്റെ ആത്മരക്ഷയ്ക്കായി ദൈവം എന്തു ചെയ്തു എന്നും വ്യക്തമാക്കുന്നതാണ് വേദപുസ്തകത്തിന്റെ മുഖ്യ സന്ദേശം. പ്രിയരെ, വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള നിങ്ങളെ പ്രതികരണം എന്താണ്? ഇതിലെഴുതിയ വചനങ്ങളെ അനുസരിച്ചുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾ സമർപ്പിക്കുമോ? അതോ എന്തുകൊണ്ടാണ് ഞാൻ ദൈവവചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന ചോദ്യം നിങ്ങളിൽ ഉയരുന്നെങ്കിൽ ചില വാചകങ്ങൾ, ചില കാര്യങ്ങൾ, ചില വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വചനം അനുസരിക്കുന്നതിലൂടെ മനുഷ്യന്റെ വിവേകപൂർണമായ തീരുമാനം വെളിപ്പെടുകയാണ്. വചനത്തെ നിഷേധിക്കുന്നതിലൂടെ അവൻ തന്റെ വിവേകഹീനമായ തീരുമാനത്തെ വെളിപ്പെടുത്തുകയാണ്. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നെങ്കിൽ ശാപവും, അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹവും വരും എന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. കൂടാതെ പാപത്തിന്റെ ദാസന്മാരായ മനുഷ്യർക്ക് വചനം ഹൃദയപൂർവ്വം അനുസരിക്കാൻ കഴിയുന്നുവെങ്കിൽ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയുമെന്ന്. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്തോടുകൂടിയ മഹത്വവും വിട്ട് അകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരുമെന്നും വചനം ഓർപ്പിക്കുന്നു. ആവർത്തനം 11:26-28 വരെ, റോമർ 6:17, 2 തെസ്സലോനിക്കർ 1:10. ഈ വചനങ്ങൾ വായിച്ചാൽ മേൽപ്പറഞ്ഞ ആശയം ലഭ്യമാകും. ഈ വിവരിച്ച സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ചെയ്യാവുന്ന ഏറ്റവും ബുദ്ധിപൂർവവുമായ ഒരു കാര്യം വചനത്തെ അംഗീകരിക്കുക, അതിൽ വെളിപ്പെട്ട ലോകരക്ഷകന്റെ മുന്നിൽ തങ്ങൾ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. എന്തിന് ഞാൻ അങ്ങനെ ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സകല മനുഷ്യരും ദൈവമുമ്പാകെ തെറ്റുകാരും ശിക്ഷയ്ക്ക് അർഹമായിരിക്കുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് വിടിപ്പാൻ കർത്താവായ യേശു ക്രൂശിൽ മരിപ്പാനിടയായിത്തീർന്നു. ആ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനമെടുത്താൽ പാപക്ഷമ പ്രാപിക്കാമെന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ അപ്രകാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിടെ രക്ഷ കരസ്ഥമാക്കുകയാണ്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്ന ചോദ്യം നമ്മുടെ ആത്മാവിന്റെ രക്ഷയുടെ ഗൗരവത്തെ ഊന്നി പറയുന്ന ഒരു വസ്തുതയാകിയാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ, ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കുക, പാപങ്ങളെ കുറഞ്ഞ് ഉപേക്ഷിക്കുക. രക്ഷിപ്പാനായി ഏകരക്ഷകൻ കർത്താവായ യേശുക്രിസ്തു മാത്രം, ഏക വഴി കർത്താവായ യേശുക്രിസ്തു മാത്രം, ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തു മാത്രം. മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശം കീഴിൽ മനുഷ്യരിടയിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോസ്തലൻ പത്രോസ് പറയുന്നു, മറ്റൊരുത്തിൽ രക്ഷയില്ല. നാം രക്ഷ പ്രാപിക്കുവാൻ ആകാശം കീഴിൽ മനുഷ്യരിടയിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. തന്നെ പൗലോസ് പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത ക്രിസ്തു യേശു തന്നെ. അതുകൊണ്ട് ഈ സംശയം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനത്തെ തള്ളിക്കളയാതെ
വചനമനുസരിക്കുക. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഒരു അവസരം ലഭിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. ഒരിക്കലും മരണമുണ്ട്, ന്യായവിധിയുണ്ട്. മരണം എപ്പോഴാണെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ട് ഈ സന്ദേശം കിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം വിശ്വസിച്ച് ദൈവത്തെ അംഗീകരിപ്പാൻ കർത്താവ് തന്നെ സഹായിക്കുമാറാകട്ടെ. എന്തെല്ലാം നേട്ടങ്ങൾ നിങ്ങൾ കൈവരിച്ച വ്യക്തിയെങ്കിലും ആത്മാവിന്റെ രക്ഷ കരസ്ഥമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ നേടിയ നേട്ടങ്ങളെല്ലാം വിട്ട് ഉപേക്ഷിച്ച് ഒരു ദിവസം പോകേണ്ടി വരും. മാത്രമല്ല ആത്മരക്ഷ കരസ്ഥമാക്കാത്തതുകൊണ്ട് ഈ പുസ്തകത്തിൽ പെരുതി കടന്നവനെയും തീക്കുകൾ തള്ളിയിടും എന്നുള്ള ദയനീയ ചരിത്രമുള്ളതുകൊണ്ട് സ്നേഹിത, പ്രിയ മാതാവേ, പിതാവേ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, സന്ദേശം കേട്ട് നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. പാപക്ഷം കൈവശമാക്കുക. ആത്മരക്ഷ കരസ്ഥമാക്കുക. നമ്മുടെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് നിങ്ങൾ ജീവിതം സമർപ്പിച്ചൊരു വ്യക്തിയാണെങ്കിലും വിശ്വാസത്തിൽ നിലനിൽക്കുന്നോ എന്ന് ശാന്തമായി ചോദന ചെയ്യാം. നമ്മുടെ കർത്താവ് വരാറായി മണവരവന് ഒരുങ്ങാൻ നമുക്ക് പറയുന്നത് അനേകരാനോട് നമുക്ക് ഒരുക്കം കർത്താവ് സഹായിക്കട്ടെ. യജമാനം വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ വിളികൾക്കുവാനായി കർത്താവ് നമ്മെവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് അതിൽ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാൻ ഇത് നിങ്ങളെവരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങളതിനുവേണ്ടി ശക്തീകരിക്കുമാറാകട്ടെ. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ സ്വർഗപിതാവേ, ദൈവവചനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായി ഈ ചുരുങ്ങിയ സമയം ഉപയോഗിക്കാൻ സഹായിച്ചല്ലോ. ഈ കേട്ട മക്കളെല്ലാം കൃത്യം അനുഗ്രഹിക്കുമാറാകണമേ. വചനം പൂർണ്ണമായി അനുസരിച്ച് വചനത്തിൽ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഇവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന അധികാരത്താൽ ഈ സമൂഹത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാം തടയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കണമേ. സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രാപിപ്പാൻ സർവോപരി യേശു ക്രിസ്തു മുഖാന്തരമുള്ള പാപക്ഷമയും നിത്യജീവനും പ്രാപിപ്പാൻ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അനുഗ്രഹിക്കുമാറാകണം. ചിതരിക്കാൽ സ്തോത്രം. യേശു നാം തന്നെ. ആമേൻ. നിങ്ങൾ സന്ദേശം കേട്ട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളായിട്ടെന്ന ആ വിഷയങ്ങളുടെ മേൽ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥന സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ ബന്ധപ്പെടുക. നമ്മുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. ഞങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത് മറ്റവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ നമുക്കൊരുമിച്ച് ദൈവനാമത്തിന് വേണ്ടി വ്യാപ്തിക്കാൻ നിലകൊള്ളാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.